ഭാലലോചനം മുനിസിദ്ധസേവാദി സേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരൻ വന്ദിച്ച് വാമോത്സംഗേ വാഴുന്ന ഭഗവതി. ദേവി എവിടെയായിരിക്കുന്നത്? ഭഗവാന്റെ മടിയിൽ തന്നെയാണ്. എന്നിട്ടും ചോദിച്ചു എന്നർത്ഥം. എന്താ ചോദിച്ചത്? സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകാവാസ സർവേശ്വര മഹേശ്വര ശർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധി. എത്ര പേരുകളിലാണ് ഭഗവാനെ വിളിച്ചത് നോക്കൂ. അത്യന്തം രഹസ്യമാം വസ്തു വന്നിരിക്കലും ചോദിക്കാൻ പോകുന്ന വിവരം വളരെ രഹസ്യമാണെങ്കിലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം, മഹാത്മാക്കളായിട്ടുള്ളവരെന്ത് ചെയ്യും? ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്ന് കേൾപ്പൂ. അപ്പൊ ഈ ഉപദേശം ആർക്കാ കൊടുക്കേണ്ടത്? ഭക്തന്മാർക്ക്. അപ്പൊ ഈ ഉപദേശം ചോദിക്കാനുള്ള ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഭക്തി ഉണ്ടാകണം. ഭക്തി എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെയൊക്കെ നോക്കി പഠിക്കുക എങ്ങനെയാണ് ഭക്തി ഉണ്ടാകേണ്ടത്. ഞാൻ ഭക്തനായിട്ടുണ്ടോ എന്നൊരു സ്വയം പരിശോധന നടത്തൂ. ഗീത 12ാം അധ്യായം എടുത്തു വെച്ചിട്ട് പഠിച്ചു നോക്കൂ. എനിക്കിതിലേത് ടെസ്റ്റ് ഉണ്ട്, ഏതിലെങ്കിലുമൊക്കെ ഞാൻ പാസ്സാകുന്നുണ്ടോ നോക്കൂ. ഭക്തി വിശ്വാസം എന്നുള്ളതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ശ്രദ്ധ. ഗുരു വേദാന്ത വാക്യാദിഷു വിശ്വാസ ശ്രദ്ധ. ആചാര്യസ്വാമികളുടെ നിർവചനമാണ്, നമ്മളാരും കൊണ്ടുവന്ന നിർവചനമല്ല എന്ന്, അല്ലേ? ഗുരുവിലും ശാസ്ത്രത്തിലുമുള്ള ഉറച്ച വിശ്വാസത്തെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ സൂചി. പിന്നെയോ ശുശ്രൂഷ. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ വിചാരം വസ്ത്രം കഴുകി കൊടുക്കുക, കാല് തിരുമ്മി കൊടുക്കുക, പിന്നെ ഇങ്ങനെയുള്ള ഇത്തിരി അത്യാവശ്യം ചായയോ കാപ്പിയോ, ചോറൊന്നും വെച്ച് കൊടുക്കുകയില്ല, പിന്നെ ഇത്തിരി കാപ്പിയോ, ഇതാണ് ശുശ്രൂഷ എന്നാണ്. ഇതൊക്കെ ശുശ്രൂഷയുടെ ഏറ്റവും താഴത്തെ ഭാവങ്ങളാണ്. ശരിയായ ശുശ്രൂഷ എന്താണ്? ശ്രോതും ഇച്ഛാ ശുശ്രൂഷ. പറയുന്നത് കേൾക്കാനുള്ള താല്പര്യത്തെയാണ് ശുശ്രൂഷ. അപ്പൊ ഗുരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുനാഥന്റെ വാക്കുകളെ പൂർണ്ണ ശ്രദ്ധയോടുകൂടി കേട്ട് അതിനെ അനുസരിക്കുക, ജീവിതത്തിലേക്ക് പകർത്തുക. ഇതാണ് ഏറ്റവും വലിയ ഗുരു ശുശ്രൂഷ. പിന്നെ അടുത്ത ഒരു ഗുരു ശുശ്രൂഷ സൂചിപ്പിക്കുന്നത് യാതൊരറിവാണോ ഗുരുനാഥനിൽ നിന്ന് കിട്ടിയത് ആ അറിവിനെ ആവോളം വിതരണം. നമ്മളോടൊക്കെ ഗുരുനാഥൻ പറഞ്ഞു തന്നിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ തരുന്ന 500 5000 രൂപ അല്ല ശരിയായ ഗുരുദക്ഷിണ. അത് വേണം, കാരണം പ്രസ്ഥാനം നിലനിൽക്കണം. എത്രയോ പേർക്ക് ചെലവുണ്ട്, അതിന് പൈസയൊക്കെ വേണം. പക്ഷെ ശരിയായ ഗുരുദക്ഷിണ എന്താണ്? ഈ കിട്ടിയ ജ്ഞാനത്തെ കൊണ്ടുപോയി ആവോളം പേർക്ക് വിതരണം ചെയ്യൂ. അതാണ് ഏറ്റവും വലിയ ഗുരു ശുശ്രൂഷ. അപ്പൊ അതൊക്കെ ഉള്ളവർക്ക് ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്ന് കേൾപ്പു. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ആകാംക്ഷാപരവശ ചേതസ്സായിട്ട്, അല്ലേ? എന്താ ഈ ആകാംക്ഷാപരവശ ചേതസ്സ? ഭഗവാൻ എന്നോടിത് പറഞ്ഞു തരുമോ എന്നുള്ള ആകാംക്ഷ കൊണ്ട് പരവശമായ ചേതസ് എന്തിനെ സൂചിപ്പിക്കുന്നത്? ജ്ഞാനദാഹത്തെ. ദേവിയുടെ ആ ഭാവത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഉത്കടമായ ഒരു ആവേശം, വേറെ പലതിനും നമുക്കുള്ള ആവേശം ഈ ജ്ഞാനസമ്പാദനത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും. ഭാഗവതമോ ഭഗവത്ഗീതയോ ഒക്കെ പറയുന്നിടത്ത് പോയി കേൾക്കാൻ ഉള്ള നമ്മുടെ ആ ആഗ്രഹവും മറ്റ് നമ്മുടെ ഇടപാടുകൾക്കുള്ള ആവേശം തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. ദേവി സൂചിപ്പിച്ചെന്താണ്? ആകാംക്ഷാ പരവശചേതസ ചോദിക്കുന്നു. ഈ ജ്ഞാനത്തിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. ഈ ഒരു ഉത്കടമായ തീവ്രമായ ഒരു വാഞ്ഛ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഈ മോക്ഷത്തിനുള്ള തീവ്രതയെക്കുറിച്ച് ഒരു ആചാര്യൻ ചോദിച്ചപ്പോൾ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, എത്ര തീവ്രമായ ആഗ്രഹം വേണം ഇതിന്? ഗുരു ഒന്നും മിണ്ടിയില്ല. അന്ന് പുഴയിൽ കുളിക്കാൻ പോയി, ബാത്റൂമിലല്ലല്ലോ, പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ
പെട്ടെന്ന് ശിഷ്യനെ പിടിച്ച് അങ്ങോട്ടൊരു മുക്കി. അപ്പൊ അന്ന് ഇതുണ്ടല്ലോ, എന്താ പറയുന്നേ, കുടുംബ. അപ്പൊ ഈസി ആയിട്ട് പിടിക്കാമല്ലോ. ഇന്നാണ് എത്ര പെട്ടെന്ന് പിടിക്കാൻ കിട്ടുക. ഇങ്ങനെ മുടി പറ്റ വെട്ടിച്ച് നടക്കുക. അവന് എവിടെയാണ് പിടിക്കുന്നത്? അവിടെ കുടുംബം ഉണ്ടായിരുന്നുകൊണ്ട് വെള്ളത്തിൽ മുക്കി പിടിച്ചിട്ട് കുടുംബം പിടിച്ചു. അപ്പോഴത്തേക്ക് ഇത്ര നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്വാസം മുട്ടിച്ചോട്ട് അയ്യോ ഇയാളെന്നെ മുക്കിക്കൊല്ലാന്ന് നോക്കാം. അപ്പൊ ഏതാണ്ട് കുഴപ്പം ഒന്നുമില്ല. ശരിയായപ്പോ ഗുരുനാഥൻ കുടുംബം പിടിച്ചു നോക്കി. ഇപ്പം മനസ്സിലായോന്ന് ചോദിച്ചു. എന്ത്? ശ്വാസം കിട്ടാൻ എത്ര തീവ്രമായ ആഗ്രഹം നിനക്കുണ്ടായിരുന്നു വെള്ളത്തിൽ മുക്കി പിടിച്ചപ്പം? അത്ര തീവ്രമായ ആഗ്രഹം ഭഗവാനിലേക്ക്. ഇതിൽ കൂടുതലൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനൊരു മാർഗമുണ്ടോ എന്ന് നോക്കൂ. ഈ തീവ്രത എങ്ങനെയാ പിന്നെ അതിൽ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നത്? ഇത് വാക്കുകളെ കൊണ്ട് എത്ര പറഞ്ഞാലും ആ ശിഷ്യന്റെ തലയെ കയറുകയില്ല. പക്ഷെ ഒരു സെക്കൻഡ് നേരത്തെ ഡെമോൺസ്ട്രേഷൻ കൊണ്ട് ഭംഗിയായിട്ട് അത് ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ ശിഷ്യന് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടാകുമോ? അനാകാംക്ഷാപരവശചേതസാ ചോദിക്കുന്നു, കാരുണ്യമെന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. ഗുരു ശിഷ്യന് ഉപദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരുണ്യം മാത്രമാണ്. മഹാത്മാക്കളായ ഗുരുക്കന്മാർക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എന്താണ്? മറ്റുള്ളവരോടുള്ള അനുകമ്പ. ഒരാളെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. കാരണം പരമാത്മജ്ഞാനികളായ ബ്രഹ്മജ്ഞാനികളായ അവർക്കൊന്നും നേടേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ജീവിതകാലം മുഴുവൻ അവസാന ശ്വാസം വരെ ദിവസം 20 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ടിരുന്നു. മഹാത്മാക്കളെ ആരെയാണെങ്കിലും നോക്കുന്നത് നമുക്കറിയാവുന്നതുകൊണ്ട് ആ ഒരു ഗുരുനാഥന്റെ കാര്യം സൂചിപ്പിക്കും. ഇന്ന് നമ്മൾ ഒപ്പം ജീവിക്കുന്ന എത്രയോ മഹാത്മാക്കൾ അല്ലേ? മാതാ അമൃതാനന്ദമയി അമ്മയോ ഇപ്പം നമ്മെ വിട്ടുപിരിഞ്ഞ ദേഹം ഉപേക്ഷിച്ച സത്യസായി ഭഗവത്ഗീതയെ ഭഗവാൻ സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കും. തേഷാമേവാനുകമ്പാർത്ഥം. മഹാത്മാക്കൾ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്? അനുകമ്പ, നമ്മോടുള്ള ദയ കൊണ്ടാണ്, കൃപ കൊണ്ടാണ്. ഈ കൃപയുടെ അനുകമ്പയുടെ ഒക്കെ ലക്ഷണം എന്താണ്? പ്രതീക്ഷയൊന്നുമില്ല. സഹായം അർഹിക്കുന്ന ഒരാളിന് നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ അത് ശരിയായ അർത്ഥത്തിൽ ദാനമാകണമെങ്കിൽ എന്ത് വേണം? യാതൊരു പ്രതീക്ഷയും ഉണ്ടാവാൻ പാടില്ല. പ്രതീക്ഷയോടുകൂടി ആർക്കെന്തെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അതൊരിക്കലും ദാനം എന്ന വാക്കിന്റെ നിർവചനത്തിൽ വരില്ല. കാരുണ്യം എന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ. അപ്പൊ ആ ഗുരുദാസനോട് ഈ രീതിയിൽ വേണം പ്രാർത്ഥിക്കാൻ. അങ്ങേക്ക് എന്നോട് കാരുണ്യം. എന്തിന്? ശിഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം വിനയമാണ്. തേഷാം ഏവാ അനുകമ്പാർത്ഥം. ഏറ്റവും ആവശ്യം അല്ലേ? ഗീതയിൽ ഭഗവാൻ സൂചിപ്പിക്കുന്നത് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. പരിപ്രശ്നേന സേവയാ പ്രണിപാതേന സാഷ്ടാംഗ നമസ്കാരം. എന്തിനെ സൂചിപ്പിക്കുന്നു? വിനയത്തെ സൂചിപ്പിക്കുന്നു. പൂർണ്ണമായ ശരണാഗതിയെ സൂചിപ്പിക്കുന്നു. ഇത് പറഞ്ഞ ആർക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞു? അർജുന ഭഗവാനെ. അപ്പോഴാണ് ഭഗവാനെ ശരിക്കും ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥി ആയത്. പാർത്ഥന് സാരഥി ആയത് നേരത്തെ കുതിരവണ്ടി ഓടിക്കുന്നതായിരുന്നു. പക്ഷെ ശരിയായ പാർത്ഥന് ഭഗവാൻ സാരഥിയായത് ഈ സമർപ്പണത്തോടുകൂടിയായിരുന്നു. ഗുരുവിന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ വിനയം, ഈ
സമർപ്പണമാണ്. അത് ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്, വരികൾക്കിടയിലൂടി വായിച്ച് ഇത് ഉറപ്പിക്കണം. അതുകൊണ്ട് എന്നോട് കാരുണ്യം ഉണ്ടെങ്കിൽ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടും. ശ്രീരാമദേവ കഥ ഉപദേശിക്കണം എന്നല്ല പറഞ്ഞത്, പിന്നെ ശ്രീരാമദേവ തത്വത്തെ എന്താ സൂചിപ്പിക്കുന്നത്? കഥാശ്രവണം തത്വബോധത്തിന് ഉതകണം. ഇതിനാണ് ഇപ്പൊ കുട്ടികളോട് വെറുതെ ഈ കോക്ക് ആൻഡ് ഗുഡ് സ്റ്റോറി പറയുന്നതല്ല ഇവിടെ കഥ എന്ന് സൂചിപ്പിക്കുന്നത്. കഥയതി ഇതി കഥ, മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അർത്ഥം ഇവിടെ കഥ എന്നുള്ള വാക്ക്. കഥയിൽ കൂടി തത്വത്തെ ഉൾക്കൊള്ളണം. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്ധത്വം തീർന്നുകൂടി ചേതസീ ജഗൽപതേ. അപ്പൊ ഉള്ളിലെ അന്ധത്വം മാറണമെങ്കിൽ എന്ത് വേണം? ബന്ധമോക്ഷങ്ങളുടെ കാരണമൊക്കെ അറിയണം. ഇനി അറിയേണ്ടത് ഒരു കാര്യമാണ്. എന്ത്? ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ട്. അപ്പൊ ഗുരുവിന്റെ മുമ്പിൽ തന്റെ ആഗ്രഹത്തെ സമർപ്പിക്കേണ്ട രീതി പാർവതി ദേവിയിൽ നിന്ന് കണ്ട് അഥവാ കേട്ട് പഠിക്കും. സ്വന്തം ഭർത്താവാണ്, മടിയിലിരുത്തിയിരിക്കുന്നയാളാണ്, പക്ഷെ വിദ്യ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. വേറെ വല്ലതൊക്കെ വേണം ഡിമാൻഡ് ചെയ്യാം, പക്ഷെ നല്ല പട്ടുസാരി വാങ്ങിച്ചു തരണമെന്നോ അല്ലെങ്കിൽ കല്യാണത്തിന് കൊണ്ടുപോകണമെന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആവശ്യപ്പെടാം. വിദ്യ ഡിമാൻഡ് ചെയ്യാൻ ഇത്രയും വിനയത്തോടു കൂടിയാണ് നോക്കുക വിദ്യയുടെ പ്രാധാന്യം. പിന്നെ അടുത്ത ശ്രദ്ധിക്കൂ, ഞാനതിൻ പാത്രമെങ്കിൽ. എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് വരെ ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്കത് യോഗ്യതയുണ്ട് എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? ഗുരുവായ ഭഗവാൻ. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനത് അർഹിക്കുന്നെങ്കിൽ, ഇഫ് ഐ ഡിസേർവ്, അല്ലെങ്കിലോ നോ എന്ന് പറഞ്ഞോളൂ, എനിക്ക് യാതൊരു കാരണം ജ്ഞാനപ്രാപ്തി അത്ര പെട്ടെന്ന് സാധിക്കുന്നതല്ല. അതിനായിട്ടില്ല. 6 കുമാരന്മാര് ഒരു ഗുരുവിന്റെ ആശ്രമത്തിലേക്ക് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഹേ ഗുരു, ഞങ്ങൾക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓ, വളരെ സന്തോഷം. ഒരു കാര്യം ചെയ്യൂ, 1 വർഷം ഇവിടെ താമസിക്കൂ. 1 വർഷം ഇവിടെ താമസിക്കൂ. ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് ഫ്രീ. താമസിക്കാൻ പറഞ്ഞ ഗുരുവിന് വല്ലതും 2-3 കിട്ടുമെന്ന് വിചാരിച്ചു? അല്ലല്ല, ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് ഫ്രീ. താമസവും ആഹാരവും ഒക്കെ സൗജന്യം. 1 കൊല്ലം ഇവിടെ താമസിക്കുക, അത് കഴിഞ്ഞിട്ട് ചോദ്യം ചോദിച്ചോളൂ. ആശ്രമത്തിലെ ദിവസമുള്ള സത്സംഗവും പാരായണവും ഒക്കെ കഴിഞ്ഞപ്പോൾ, 1 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ സംശയങ്ങളെല്ലാം ഏതാണ്ട് തീർന്നു. 6 പേർക്കും ഓരോ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ചോദ്യം ചെറുതാണെങ്കിലും ചോദ്യം വലുതായിരുന്നു. ഈ 6 ചോദ്യങ്ങളും അതിന്റെ ഉത്തരവുമാണ് പ്രസിദ്ധമായ പ്രശ്നോപനിഷത്ത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രശ്നമല്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം. പ്രശ്നോപനിഷത്ത് എന്ന് പറയുന്നത് ഈ 6 ശിഷ്യന്മാർ ഗുരുവിനോട് ചോദിക്കുന്നതും ആ ഗുരു അതിന് മറുപടി പറയുന്നതാണ്. പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഈ ഇതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കലല്ല. മുമ്പേ പറഞ്ഞ ഗീതാശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞ എന്താണ്? പരിപ്രശ്നേന. പരിപ്രശ്നേന എന്ന് പറഞ്ഞാൽ ശരിയായ ചോദ്യം ചോദിക്കണം എന്നർത്ഥം ഗുരുവിനോട്. ശരിയായ ചോദ്യം ചോദിക്കണമെങ്കിൽ എന്ത് വേണം? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് മനനം ചെയ്ത് ഉള്ളിൽ ഉറപ്പിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ആയിരിക്കണം. അതാണ് പരിപ്രശ്നേന എന്ന് സൂചിപ്പിച്ചത്. അപ്പൊ ഇതിന്റെ പാത്രയോഗ്യത ആരാണ് തീരുമാനിക്കുന്നത്? ഗുരുവാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് പറഞ്ഞു, ഞാനതിൻ പാത്രമെങ്കിൽ
കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം. കാരുണ്യക്കടലേ എന്നാണ് മഹാത്മാക്കളെ വിശേഷിപ്പിക്കുന്നത്. പറഞ്ഞ അപാര കരുണാ സിന്ധു എന്നൊക്കെയാണ് മഹാത്മാക്കളെ കുറിച്ച് പറയുന്നത്. കാരുണ്യത്തിന്റെ കടലാണ് മഹാത്മാക്കൾ. എന്തുകൊണ്ട്? അവരുടെ സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിരില്ലാത്തത് എന്നർത്ഥം. സാധാരണ നമ്മുടെയൊക്കെ കാരുണ്യം ഏതിനെങ്കിലും അപേക്ഷിച്ചാണ് ഇരിക്കുന്നത്. ഈശ്വരീ കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ജഗത് ആദ്യനായ ഭഗവാൻ അല്ലേ, പ്രപഞ്ചത്തിലെ ആദ്യത്തെ ഈശ്വരൻ എന്ന് സൂചിപ്പിക്കുന്നു. എന്നിട്ട് ചോദ്യകർത്താവിനെ നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. അപ്പൊ ഇതാരാ പറയേണ്ടത്? നമ്മളല്ല അങ്ങോട്ട് ചെന്നിട്ട് ഗുരുവിനോട് പറയേണ്ടത്. എന്നോളം ആർക്കും ഭക്തിയില്ല കേട്ടോ, അതുകൊണ്ട് ഇങ്ങോട്ട് പറയൂ കുറച്ച് ഉപദേശം. ഗുരുനാഥൻ ഇങ്ങോട്ട് പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, അത് വിനയത്തോടുകൂടി സ്വീകരിച്ചോളൂ, അഭിമാനമോ അഹങ്കാരമോ ഇല്ലാതെ. നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. ശരിയായ ഭാഗ്യം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഭഗവത് തത്വം അറിയുന്നതിൽ അദമ്യമായ ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന്. നമ്മളിപ്പോ ഭാഗ്യത്തെക്കുറിച്ച് എങ്ങനെയാ തീരുമാനിക്കുന്നത്? നല്ല സൗകര്യമാണ്. ഈയിടെ ഒരു വണ്ടി എടുത്തു, 11 ലക്ഷം BMW. എന്ത് അതാ, അതിപ്പോ ഏറ്റവും പുതിയത് അതാ വാങ്ങിച്ചു, 12ഓ 15ഓ ഒക്കെ ആയി. ഭാഗ്യവാൻ. നമ്മളിങ്ങനെയൊക്കെയാണ് ഭാഗ്യത്തെ അളക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞെന്താണ്? ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മനതാരിൽ ചിന്തയുണ്ടായി എന്നല്ല പറഞ്ഞത്, പിന്നെന്താണ്? ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. നേരത്തെ പറഞ്ഞ വാക്കെന്തായിരുന്നു? ആകാംക്ഷ പരവശചേതസാ ചോദിക്കുന്നു. ആകാംക്ഷ കൊണ്ട് പാരവശ്യം നിറഞ്ഞ ചേതസ്സെന്ന് അവിടെ സൂചിപ്പിച്ചു. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. ഈ ആകാംക്ഷ നമുക്കുമൊക്കെ ഉണ്ടാകണം. സൗകര്യം ഉണ്ടെങ്കിൽ പോവാം, അംഗവും കാണാം, അത് പോരാ എന്നർത്ഥം. തീവ്രമായ അദമ്യമായ ആഗ്രഹം ഇതില് ഉണ്ടാവണം. അതാണ് സൂചിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മതത്വാർത്ഥം അറിയയിലാഗ്രഹം ഉണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പൽ വർദ്ധിക്ക തന്നെ മൂലം. ഭക്തി വർദ്ധിക്കുമ്പോഴാണ് ജ്ഞാനത്തിന് താല്പര്യം. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഭക്തി നന്നായിട്ട് ഉള്ളിൽ വളരുന്നു എന്നതിൻ്റെ സൂചനയാണ് എന്ത്? ജ്ഞാനത്തിലുള്ള താല്പര്യം. അല്ലാത്തവര് ഭക്തിയെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണ വെച്ചു പുലർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇതാണ് ഭക്തി എന്ന് സമാധാനിക്കുന്നു. അവർക്കൊരിക്കലും തത്വാർത്ഥം അറിയുന്നതിൽ താല്പര്യമുണ്ട്. അല്ലേ? ക്ഷേത്രങ്ങളിൽ തൊഴുതു പോകുന്ന എത്രയോ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകളുണ്ട്. രാമായണോ ഭാഗവതമോ ഗീതയോ ഒക്കെ പറയുന്നിടത്ത് എത്ര പേര് കാണും? എന്തുകൊണ്ട്? ഭക്തി ഉള്ളിൽ വേണ്ടതുപോലെ വളർന്നിട്ടില്ല. ഭക്തി വളർന്നാൽ ജ്ഞാനദാഹം ഉണ്ടാകും, ജ്ഞാനം അവിടെ സംഭവിച്ചിരിക്കും. കാരണം ഈ ജ്ഞാനം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ഒന്നല്ല. എന്തുകൊണ്ട്? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് വിശേഷിപ്പിക്കുന്ന പരമാത്മാവാണ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത്. അതിപ്പോ നമുക്ക് ബോധ്യമാവാത്തത് എന്തുകൊണ്ടാണ്? ഞാനെന്ന ചിന്ത, അഭിമാനം, അഹങ്കാരം അതിനെ മറച്ചിരിക്കുന്നു. അതുകൊണ്ടറിയാൻ കഴിയുന്നില്ല. അപ്പൊ ഇല്ലാതാകേണ്ട എന്തൊക്കെയാണ്? ഞാനും എൻ്റേതും
അതുമായിട്ട് ബന്ധപ്പെട്ട കാമക്രോധ ലോഭാദികളൊക്കെ ഇല്ലാതായി കഴിയുമ്പോൾ ഉള്ളിൽ ഈ ജ്ഞാനം ജ്വലിച്ചു നിൽക്കുന്നത്. അത് പിന്നെ സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ഒരു ഗുരുനാഥന്റെ നിർദ്ദേശം, ശാസ്ത്ര പഠനമൊക്കെ നമ്മളെ ഉയർത്തുന്നു. അപ്പൊ ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടത് ഉള്ളിലെ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ദുർവിചാരങ്ങളെയും ദുശ്ചിന്തകളെയും ഒക്കെ മാറ്റിയിട്ട് അല്ലേ ഉള്ളിൽ കനത്ത മതമാത്സര്യങ്ങളെക്കുറിച്ചൊക്കെ ഹരിനാമകീർത്തനത്തിൽ സൂചിപ്പിക്കുന്നു. അതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഭഗവത് തത്വജ്ഞാനം അവിടെ ശോഭിക്കില്ല. അതുകൊണ്ട് വേണ്ടത് ശരിയായ ഭക്തി വളർത്തുകയാണ്. അത് ആ തലത്തിലേക്ക് ഒരു എന്താ പറയുക, ആ ഒരു തലത്തിൽ ഇതിനെ ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭക്തിയും ജ്ഞാനവും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കും. ഭാഗവതത്തിന്റെ ദൃഷ്ടിയിൽ പരമഭക്തനും തന്നെയാണ് പരമജ്ഞാനി, വ്യത്യാസമൊന്നുമില്ല. താഴത്തെ തലത്തിൽ മാത്രമേ ഭക്തനും ജ്ഞാനിയും തമ്മിൽ വ്യത്യാസം. ഭക്തി വേറെ ജ്ഞാനം വേറെ എന്നാണ് പലരുടെയും ധാരണ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ സൂചിപ്പിച്ചു, ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. നിനക്കിപ്പോ ഈ ജ്ഞാനദാഹം ഉണ്ടായത് എന്തുകൊണ്ടാണ് ദേവി? ഭക്തി വർദ്ധിച്ചതുകൊണ്ടാണ്. സാധാരണ പറയാറുള്ളത് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നാണ്. അടുപ്പം കൊണ്ട് എന്താ പറയുക, വെറുപ്പാണ് കൂടുന്നത്. പക്ഷെ ദേവി ഭഗവാനുമായിട്ടുള്ള സാമീപ്യം കൊണ്ട് ഭക്തിയാണ് വർദ്ധിച്ചത്. ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. അതുകൊണ്ട് താല്പര്യത്തോടെ തന്നെ സമീപിച്ച ദേവിയോട് ഭഗവാൻ മഹാദേവൻ പറയുന്നു, ഒരുപാടൊന്നും വിശദീകരിച്ചൊന്നും പറയാനിപ്പോ എനിക്ക് സമയമില്ല. കാരണം ഞാനിങ്ങനെ ഭഗവത് ചിന്തയിൽ മുഴുകി ആ ധ്യാനത്തിലിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നിന്നോട് ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് ഇങ്ങനെ സൊള്ളിയിരിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് സാരമായുള്ള തത്വം സംക്ഷേപിച്ച് പറഞ്ഞു തരാം. എന്നിട്ട് ഭഗവാൻ ആരാണ് എന്ന് സൂചിപ്പിക്കുന്നു. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ, പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ, ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം, ജഗദുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ, വിരിഞ്ച നാരായണ ശിവാത്മകൻ, അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ, തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ, മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ, മാനസം മായാതമ സമൃദ്ധമാകമൂലം. ഈ ഓരോ വാക്കുകൾ വിശദീകരിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണം. അതുകൊണ്ട് ഒന്ന് സൂചിപ്പിച്ചു പോകാം. പരമാത്മാ, എന്താ പരമാത്മാ? ജീവാത്മാവെന്നുള്ള പദം ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ പ്രസക്തമായ ഒരു വാക്കാണ് പരമാത്മാ. ജീവാത്മാവെന്നുള്ള വാക്കിന് പ്രചാരം വന്നപ്പോഴാണ് പരമാത്മാവെന്നുള്ള വാക്കും അല്ലെങ്കിൽ ഒന്നേ ഉള്ളൂ. ഇത് രണ്ടിലും കോമൺ ആയിട്ട് നിൽക്കുന്ന എന്താണ്? ആത്മാ. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ജീവാത്മാവാണെന്ന് വിചാരിക്കുമ്പോൾ ഭഗവാൻ ആരാണ്? പരമാത്മാവാണെന്ന് സൂചിപ്പിച്ചു. പിന്നെ പരമാനന്ദമൂർത്തി, അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമാണ് ഭഗവാൻ. സത്ത് ചിത്ത് ആനന്ദം, ആ ആനന്ദഭാവം, അത് പരമമായ ആനന്ദമൂർത്തിയാണ് ഭഗവാൻ. പുരുഷനാണ്. അപ്പൊ സ്ത്രീകളെ അല്ലല്ല, ഇവിടെ പുരുഷൻ സൂചിപ്പിച്ച എന്താണ്? പുരത്തിൽ പൂർണ്ണമായി ശയിക്കുന്നവൻ പുരുഷൻ. ഈ നിർവചനങ്ങളൊന്നും മറന്നുപോകരുതേ പ്ലീസ്. പുരത്തിൽ പൂർണ്ണനായി ശയിക്കുന്നവനാണ് പുരുഷൻ. എന്താ പുരം? മാർത്താണ്ഡാത്മജപുരം അല്ല, നേരത്തെ പറഞ്ഞ അല്ലേ. പുരം എന്ന് പറഞ്ഞാല് ദേഹം, ഓരോ ശരീരത്തെയാണ് പുരം എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പുരത്തിൽ പൂർണ്ണനായി ശയിക്കുന്നവൻ. ആ രണ്ട് വാക്ക് ശ്രദ്ധിക്കൂ. പൂർണ്ണനായി, പുരം എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? ഈ ദേഹത്തില്, എല്ലാ ദേഹത്തിലും, മനുഷ്യൻ മാത്രമല്ല, പിന്നെ ആ ബ്രഹ്മ പിപീലികാന്തം, ബ്രഹ്മാവ് മുതൽ എറുമ്പ് വരെയുള്ള സകലതിലും
സകല ശരീരങ്ങളിലും എങ്ങനെ അവിടെ ഇവിടെ മാത്രമായിട്ടല്ല ഭഗവാൻ ഇരിക്കുന്നത്, പിന്നെ പൂർണ്ണമായിട്ട് വ്യാപിച്ചിരിക്കുന്നു. സംശയമുണ്ടോ? എങ്ങനെ അറിയാം? ഒരു ടെസ്റ്റ് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അത് തന്നെ, കുറച്ച് ഓർമ്മയുണ്ട്. ഈ ശരീരത്തിൽ ഞാൻ എവിടെ ഇരിക്കുന്നു എന്ന് ആലോചിക്കുക എന്നുള്ള ഒരു മന്ത്രമാണ് നമ്മൾ അതിന് ഇവിടെ ചർച്ച ചെയ്യാറുള്ളത്. ഈ ശരീരത്തിൽ ഞാൻ എവിടെ ഇരിക്കുന്നു? ടോപ്പ് ഓഫ് ദ ഹെഡ് ടു ദ ടിപ്പ് ഓഫ് ദ ടോ ആൻഡ് ടിപ്പ് ഓഫ് ദ ടോ ടു ദ ടോപ്പ് ഓഫ് ദ ഹെഡ്. തല മുതൽ കാല് വരെയും കാല് മുതൽ തല വരെയും, പിന്നെ സൈഡിലേക്ക് കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഒക്കെ. ചിലരെങ്ങനെയാണല്ലോ സൈഡിലേക്കാണല്ലോ കൂടുതൽ വ്യാപിക്കുന്നത്. അങ്ങനെ എവിടൊക്കെ വ്യാപിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആരുണ്ട്? സംശയമുണ്ടോ? മുടിയെ പിടിച്ച് വലിച്ചാലും എനിക്ക് വേദനയുണ്ട്. എന്തുകൊണ്ട്? അവിടെയും ഞാനുണ്ട്. കാലിന്റെ വിരലിലെ നഖം വെട്ടുമ്പോൾ നെയിൽ കട്ടർ കയറിക്കൊണ്ടാലും ഹായ്, എന്തുകൊണ്ട്? അവിടെയും സംശയമില്ലല്ലോ. അപ്പൊ പുരത്തിൽ പൂർണ്ണനായി ശയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ഭഗവാൻ ഈ പുരത്തിൽ പൂർണ്ണമായിട്ട് ശയിച്ചിരിക്കുന്നു. അപ്പൊ പുരുഷൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കേണ്ടത്? പുരത്തിൽ പൂർണ്ണമായി വ്യാപിച്ചിരിക്കുന്നവൻ. പുരുഷൻ എന്നുള്ള വാക്കൊക്കെ ഇനി കേട്ടു കഴിഞ്ഞാൽ സംശയം വരില്ല. ഭഗവാന്റെ വർണ്ണനകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുരുഷൻ പ്രകൃതിതൻ കാരണൻ, പ്രകൃതിക്കും കാരണനായവൻ അല്ലേ? പ്രകൃതി കാര്യവും ഭഗവാൻ കാരണവുമാണ്. കോസ് ആൻഡ് ഇഫക്റ്റ്. ഭഗവാനാകുന്ന കോസ്, പ്രകൃതിയാകുന്ന ഇഫക്റ്റ്. ഇതാണ് കാര്യകാരണ നിയമത്തെ സൂചിപ്പിക്കുന്നു. കൂടുതലൊന്നും വിശദീകരിക്കാൻ പറ്റില്ല ഭാഗമൊന്നും. പിന്നെ ഏകൻ പരൻ. ഏകൻ എന്ന് പറഞ്ഞാൽ ഏകം, ഒന്ന് മാത്രം. ഈ ഏകൻ എന്ന് പറയുമ്പോൾ ഒന്നാന്ന് പറയുമ്പോൾ രണ്ടിന് മുമ്പുള്ള ഒന്നാണെന്ന് ധരിക്കരുത്. പിന്നെ അവിടെ രണ്ടില്ല. സാധാരണ ഏകം ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഇങ്ങനെ എണ്ണുന്ന ഒന്നല്ല അവിടെ സൂചിപ്പിക്കുന്നത്. ആ എണ്ണലിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്ന് ഇല്ല. അദ്വയം, അദ്വൈതം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടെന്നൊന്നില്ലാത്തതെന്ന് മനസ്സിലാക്കണം. രണ്ടെന്നൊന്നും ഉണ്ടെങ്കിലല്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഏകം. പിന്നെ ഭഗവാനെ പെഴ്സോണിഫൈ ചെയ്ത് പറഞ്ഞതുകൊണ്ട് ഏകൻ എന്ന് പറഞ്ഞു. ഏകം തന്നെ ഏകൻ, പരൻ, ഏറ്റവും പരമായിട്ടുള്ളത്. പരം എന്നുള്ളത് പെഴ്സോണിഫിക്കേഷനായിട്ട് പരൻ എന്ന് പറഞ്ഞെന്ന് മനസ്സിലാക്കുമെന്ന്. പുരുഷോത്തമൻ, പുരുഷന്മാരിൽ ഉത്തമൻ എന്നാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം. പക്ഷെ ശാസ്ത്രദൃഷ്ടിയിൽ ഉത്തമനായ പുരുഷൻ എന്നാണ്. അതെപ്പോഴാണ് അറിയുന്നത്? ഭഗവത്ഗീതയിൽ ഏത് അധ്യായം പഠിക്കണം? 15-ാം അധ്യായം പഠിക്കണം. പുരുഷോത്തമയോഗം. യോ മാമേവമസമ്മൂഢഃ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. പോരെ? യോ മാം ഏവം അസമ്മൂഢഃ ജാനാതി പുരുഷോത്തമം. എല്ലാ മൗഢ്യവും മാറിയ ഒരു മഹാത്മാവിന് മാത്രമേ എന്നെ പരമാത്മാവായിട്ട് പുരുഷോത്തമനായിട്ട് അറിയൂ. അവിടെ പുരുഷനെ പലതായിട്ട് സൂചിപ്പിക്കുന്നു. ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, ഉത്തമ പുരുഷൻ. 15-ാം അധ്യായം പഠിക്കുമ്പോൾ വിശദമായിട്ട് കാണാം. ഇപ്പൊ ഇത്രയും ഓർമ്മയിലിരിക്കട്ടെ അല്ലേ? പുരുഷോത്തമൻ, ദേവൻ. ദേവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദേവൻ. അതിന് പിന്നെ അർത്ഥമുണ്ടോ? ദ്യോതിപ്പിക്കുന്നവൻ ദേവൻ, പ്രകാശിപ്പിക്കുന്നവൻ ദേവൻ. ദ്യോതിപ്പിക്കുക എന്ന ശബ്ദത്തിൽ നിന്നാണ് ദേവൻ എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത് എന്നർത്ഥം. പ്രകാശം സ്വരൂപനായിട്ടുള്ളവൻ. അനന്തൻ, അനന്തം ആണ് അനന്തൻ എന്ന് പറഞ്ഞത്. എന്താണ് അനന്തം? അന്തമില്ലാത്തത് അല്ലെ? മലയാളത്തിൽ അന്തം വിട്ട് നിൽക്കുക എന്നൊക്കെ ഒരു ഫ്രേസ് ഉണ്ട്. ആ അന്തമല്ല ഇവിടെ. ഒരു അന്തോ ഇല്ല, ഒരു കുന്തോ ഇല്ല എന്നൊക്കെ പറയില്ലേ?
അനന്തൻ എന്ന് പറഞ്ഞാൽ എന്താ സൂചിപ്പിക്കുന്നത്? അന്തമില്ലാത്തത്, മഹിമയ്ക്ക് അവസാനമില്ലാത്തതെന്നും കൂടി ഒരു വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. യസ്യാന്തം ന വിദു. അവിടെ അന്തം എന്നുള്ളതിന് അവസാനം എന്നല്ല, പിന്നെ മഹിമ എന്നർത്ഥം. ജഗദുദ്ഭവ, ദേവൻ അനന്തൻ ആദിനാഥൻ, ആദ്യമായിട്ട് രൂപത്തോടുകൂടി വിരാട് പുരുഷനായിട്ട് പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ സൂചിപ്പിക്കുന്നു. ആദിനാഥൻ. ഗുരു കാരുണ്യമൂർത്തി, ഭഗവാന്റെ മറ്റൊരു ഭാവമാണ് ഗുരു. ഗുരുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? കാരുണ്യമൂർത്തിയാണ്. എന്തുകൊണ്ട്? ഗുരുവിനൊരിക്കലും വേറെ പ്രതീക്ഷയൊന്നുമില്ല. ശിഷ്യനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നവൻ ഗുരുവല്ല എന്നർത്ഥം. എല്ലാം കഴിഞ്ഞ് പോകാൻ നേരം എന്തെങ്കിലുമൊക്കെ തരും എന്നൊക്കെ വിചാരിക്കുന്നെങ്കിൽ സാന്ദീപനി മാത്രം ഭഗവാനോട് ചോദിച്ചു, അല്ലേ? സാധാരണക്കാരല്ല എന്നറിഞ്ഞുകൊണ്ട് രാമകൃഷ്ണന്മാരോട് സാന്ദീപനി ഒരു ഗുരുദക്ഷിണ ചോദിച്ചു. ഗുരുദക്ഷിണ ചോദിച്ചു വാങ്ങിക്കാനുള്ളതല്ല, പിന്നെ അറിഞ്ഞു കൊടുക്കേണ്ടതാണ്. പക്ഷെ ഈ ഒരു എക്സെപ്ഷണൽ കേസായിട്ട് എന്ത്, പ്രഭാസതീർത്ഥത്തിൽ കളഞ്ഞുപോയ തന്റെ മകനെ ഒന്ന് തിരിച്ചു കിട്ടണം. അത് കോട്ട് ചെയ്തിട്ട് പിന്നെ വേറൊരാളോട് ചോദിച്ചു. അതാര്? അല്ല, ദേവ